സംസ്ഥാന പാതയോരത്തെ തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിനിടെ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി. ബുധനാഴ്ച രാത്രി 11:30ഓടെയാണ് സംഭവം. മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കറുത്ത പറമ്പിനും വലിയ പറമ്പിനുമിടയിലെ ഓവുങ്ങൽ തോട്ടിലാണ് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. നിരവധി പേർ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തോട്ടിലായിരുന്നു മാലിന്യം തള്ളിയത്. നടപടി പഞ്ചായത്തും അവരെടുക്കുന്നതിലാണ് കൂടുതൽ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിരവധി കുടിവെള്ള പദ്ധതികളുമുള്ള ഈ തോട് ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് സംഗമിക്കുന്നത്. രാത്രി 11:30ഓടെ മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. KL 45D 7396 നമ്പറിലുള്ള ചിപ്പി ട്രാൻസ്പോർട്ട് എന്ന ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യമാണ് തള്ളിയത്. നാട്ടുകാർ എത്തിയതോടെ ലോറിയിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. 11:30 ആകുമ്പോൾ ഒരു ടാങ്കർ വണ്ടി ഇവിടെ നിർത്തി കണ്ടപ്പോൾ ചെക്കന്മാർ നോക്കിയപ്പോൾ അതിൽ കക്കൂസ് മാലിന്യം ഈ തോട്ടിലേക്ക് തള്ളുകയാണ്. ഇവിടെ തെയ്യത്തിൻകാവിന്ന് നേരെ ചാലിയാറിലേക്ക് ഉത്ഭവിക്കുന്ന തോടാണ്, അവസാനിക്കുന്ന തോടാണ്. നിരവധി പേര് ഈ തോടിൽ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുമ്പും ഇവിടെ 2-3 പ്രാവശ്യമായി മാലിന്യം തള്ളുന്നത്. അന്നൊന്നും ഒരു നടപടി ഇതിൽ സത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ അങ്ങനെ ഒരു മാലിന്യം തള്ളുന്ന പ്രശ്നം ഉണ്ടാവരുത്. ജനങ്ങൾക്ക് ഇതെന്നും ഒരു ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെയും നിരവധി തവണ ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശം നാട്ടുകാരുടെ നിരീക്ഷണത്തിലുമായിരുന്നു. സംശയാസ്പദമായി ലോറി നിർത്തിയിട്ടത് കണ്ട നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് കണ്ടത്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. ഇതിന്റെ മുന്നേയും ഇത് ഒരുപാട് വണ്ടി ഇവിടെ തന്നെ ഇവിടുന്ന് നെല്ലിക്കാപറമ്പെന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലത്തെ വണ്ടികളെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിടിച്ചത് ഞങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് എല്ലാവിധ ഇതും ഈ നീതി കിട്ടണം. മുക്കം പോലീസ് സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു. പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി. CTV പ്രാദേശിക വാർത്ത, മുക്കം.